വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ കലാപങ്ങളാണ്. രണ്ട് ക്ലാസ് കേരളത്തിലെ കലാപങ്ങളുമായിട്ട് നമ്മൾ രണ്ട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്ത കുട്ടികളാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് അതിന്റെ കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്കുക. അത് ഒന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഒരു 5-6 ക്ലാസ് ഉണ്ടായാലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കേരളത്തിലെ കലാപങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഉപ്പ് സത്യാഗ്രഹം. ഫസ്റ്റ് കലാപം അല്ലെങ്കിൽ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂര് അല്ലെ, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂര് ഉളിയത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് 1930 ഏപ്രിൽ 13-നാണ് എന്താരംഭിച്ചത്? ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടന്നത് പ്രധാനപ്പെട്ട കേന്ദ്രം പല സ്ഥലങ്ങളിലും അതിന്റെ വേറെ രീതിയിൽ ചെറിയ ചെറിയ സമരങ്ങളൊക്കെ ഉണ്ടായി. പ്രധാന കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം കണ്ണൂർ ജില്ലയില് പയ്യന്നൂര് ഉളിയത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ 1930 ഏപ്രിൽ 13-നാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കണേ. ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? കേളപ്പനാണ്. പയ്യന്നൂര്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കേരളത്തിന് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും രണ്ടിന്റെയും ഉത്തരം ആരാണ്? കേളപ്പനാണ്. അപ്പൊ കേളപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, കേളപ്പനൊപ്പം പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ, കൂടാതെ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്, മൊയ്യാരത്ത് ശങ്കരൻ, മൊയ്തു മൗലവി തുടങ്ങിയവരും ഉപ്പ് സത്യാഗ്രഹത്തിന് എന്താ പറയാ, ആരുടെ കൂടെ ഉണ്ടായിരുന്നു? കേളപ്പന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ കേളപ്പനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനി അല്ലെങ്കിൽ നേതാവ്, അല്ലെങ്കിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആള് എന്നൊക്കെ ചോദിച്ചാൽ കേളപ്പൻ. അദ്ദേഹത്തിന്റെ കൂടാതെ മൊയ്തു മൗലവി ഉണ്ട്, അതുപോലെ മുയ്യാരത്ത് ശങ്കരൻ ഉണ്ട്, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ഉണ്ട്, കൂടാതെ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ, പി കേശവൻ നമ്പ്യാർ, കെ കുഞ്ഞപ്പ നമ്പ്യാർ, പി കൃഷ്ണപിള്ള, ഇവരൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉപ്പ് സത്യാഗ്രഹത്തിന് ലീഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ കേളപ്പൻ അടക്കം 33 പേര് പങ്കെടുത്തിരുന്നു. അപ്പൊ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരെ പഠിച്ചിട്ടുള്ളൂ അല്ലെ. അതെന്താണ്? പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരാ നമ്മൾ പറഞ്ഞേ. അപ്പൊ കേളപ്പൻ അടക്കം 33 പേരാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ ഉണ്ടായിരുന്നതെന്ന് പ്രധാനമായിട്ട് നമ്മൾ ഓർക്കണം. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെത്തി കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം എന്നാ ലംഘിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930 ഏപ്രിൽ 23-നാണ്. അപ്പൊ 1930 ഏപ്രിൽ 23-ന് കേളപ്പൻ അടക്കമുള്ള 33 പേരുടെ സംഘം കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെത്തുകയും ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ഒരു നിയമം ലംഘിക്കുകയാണ്. നിയമം ലംഘിക്കാവുമ്പോ എന്തുണ്ടാവും? അറസ്റ്റ് ഉണ്ടാവും. അത് നമുക്കറിയാം. അങ്ങനെ കേളപ്പനെ അറസ്റ്റ് ചെയ്യാണ് അദ്ദേഹം ആ നിയമം ലംഘിച്ചതിന്. കാരണം ലീഡ് ചെയ്യണത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നും മൊയ്യാരത്ത് ശങ്കരനെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം മൊയ്യാരത്ത് ശങ്കരൻ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നു. മൊയ്യാരത്ത് ശങ്കരനെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഉപ്പ് സത്യാഗ്രഹം നമ്മളിപ്പോ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഗാന്ധിജിയുടെ നമ്മുടെ ഉപ്പ് നിയമം ലംഘനത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ അവര് പോയിപ്പോ പാടിയ ആലപിച്ച ഗാനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ചത് അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരെ എന്ന ഗാനമാണ്. അപ്പൊ അംശി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരെ എന്ന ഗാനമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിനുടനീളം ആലപിച്ച ഗാനം എന്ന് നമ്മൾ ഓർക്കണം.
നെക്സ്റ്റ് വൺ, കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ നേരത്തെ കണ്ണൂര് പയ്യന്നൂരാണ് ആരെന്ന് പറഞ്ഞു, കെ കേളപ്പൻ. കെ കേളപ്പന് ശേഷം മുയ്യാരത്ത് ശങ്കരൻ, അല്ലെ? അപ്പൊ കോഴിക്കോട് ജില്ലയിൽ ആരാ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തേ? മുഹമ്മദ് അബ്ദുൽ റഹിമാൻ ആണ്. അപ്പൊ മുഹമ്മദ് അബ്ദുൽ റഹിമാൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എവിടെയാണ്? കോഴിക്കോടാണ് നേതൃത്വം നൽകിയത്. ഇനി TR കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിക്കുകയുണ്ടായി. അപ്പൊ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം? TR കൃഷ്ണസ്വാമി അയ്യർ. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉപ്പ് സത്യാഗ്രഹത്തിന് വളരെ എന്താ പറയുന്നത്, ഗംഭീരായിട്ട് സമരം നടന്നു. പക്ഷേ 1930 മെയ് 12 ആയപ്പോ കേരളത്തില് ഉപ്പ് സത്യാഗ്രഹം എന്താണ്? പോലീസ് അടിച്ചമർത്തി. അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് എന്ന് 1930 മെയ് 12-ലാണ്. 1930 മെയ് 12-നാണ്. ഇനിയോ ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തി കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രവുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമരമാണ് എന്നുള്ളത് കൊണ്ട് ആ സമരത്തിന് ഒരു സ്മാരകവും വേണം, അല്ലെ? അപ്പൊ സ്മാരകം ഉളിയത്ത് കടവിലാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിലുള്ള ഉളിയത്ത് കടവിലാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം കാണപ്പെടുന്നത് എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കുറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജയിലില് അടച്ചപ്പോ ആ ജയിലിൽ കിടന്ന് 43 ദിവസം നിരാഹാരം അനുഷ്ഠിച്ച് ഒരു വ്യക്തി മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് PC കുഞ്ഞിരാമൻ അടിയോടി എന്നാണ്. അപ്പൊ PC കുഞ്ഞിരാമൻ അടിയോടി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റ് വരിച്ച് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ വെച്ച് 43 ദിവസം ഉപവാസം എടുക്കുകയും ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ആര്? PC കുഞ്ഞിരാമൻ അടിയോടി. അപ്പോ ഇതൊക്കെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് നിയമം ലംഘിച്ചു. പിന്നെ എന്തൊക്കെയാ നമ്മൾ ഇവിടെ നടത്തിയേ? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. വിദേശ വസ്തുക്കളൊന്നും ഞങ്ങൾ ഇനി ഉപയോഗിക്കില്ല. പരമാവധി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ നമ്മൾ പഠിച്ചു. മദ്യഷാപ്പുകളില് പിക്കറ്റിംഗ് നടത്തി. വിദേശ മദ്യഷാപ്പുകളിലൊക്കെ പിക്കറ്റിംഗ് നടത്തി. ഇനി വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വസ്തുവായ ഖാദി തുണിക്ക് പ്രചരണവും കൊടുത്തു. അങ്ങനെ ഖാദി പ്രചരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, വിദേശ വസ്തു ബഹിഷ്കരണം തുടങ്ങിയവ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കേരളത്തിലെ പ്രവർത്തനങ്ങളാണ് ഓർക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് മൊറാഴ സമരം എന്ന് പറയുന്ന ഒരു സമരത്തെ കുറിച്ചാണ്. എന്താണ് മൊറാഴ സമരം? അല്ലെങ്കിൽ സമരം എവിടെയാ നടന്നേ, എന്നാ നടന്നേ, ഏത് ജില്ലയിലാ നടന്നേന്നൊക്കെ പഠിക്കുക. മൊറാഴ സമരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യ സമരം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യ സമരം ഏതാണ്? മൊറാഴ സമരമാണ്. ഈ മൊറാഴ സമരം നടന്നത് എവിടെയാണ്? കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണൂർ ജില്ല ഓർമ്മ വരൂലേ? അപ്പൊ കണ്ണൂർ ജില്ലയിലാണ് നടന്നത്. 1940-ലാണ് നടന്നത്. 1940 കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം, കേരളത്തിലെ ആദ്യ സമരമാണ് മൊറാഴ സമരം. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെയാണ് കമ്മ്യൂണിസ്റ്റുകാര് ഈ സമരം നടത്തിയത്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം നടക്കണു, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾ, ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് കേരളത്തിൽ നടന്ന സമരമാണ് മൊറാഴ സമരം എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ മൊറാഴ സമരത്തെ തുടർന്നും സമരം നടക്കുമ്പോൾ നമുക്കറിയാം അറസ്റ്റ് ഉണ്ടാവും, ലാത്തി ചാർജ് ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു പോലീസുകാരൻ മരിക്കുകയാണ്. ഒരാളല്ല, രണ്ടുപേര് മരിക്കുകയാണ്. ഒരാളുടെ പേര് KM കൃഷ്ണൻകുട്ടി മേനോൻ എന്നും അടുത്ത ആളുടെ പേര് രാമൻ എന്നും. അപ്പൊ രാമനും കൃഷ്ണൻകുട്ടി മേനോനും അങ്ങനെ ഓർത്താൽ മതി. രാമനും കൃഷ്ണൻകുട്ടിയും രണ്ടുപേരും, രണ്ട് പോലീസ് ഉദ്യോഗസ്ഥര് മൊറാഴ സമരത്തെ തുടർന്ന് മരിക്കുകയുണ്ടായി എന്ന് ഓർക്കുക. അവര് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് ഓർക്കുക. ഇനി അടുത്തത്
ഇനി ഈ മൊറാഴ സമരമാകുമ്പോ അവിടെ വിപ്ലവകാരി ഉണ്ടാവൂലേ, അപ്പൊ അങ്ങനെ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൊറാഴ സമരത്തിന് നേതൃത്വം നൽകിയത് കൊണ്ട് അറസ്റ്റിലാവുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്ത വിപ്ലവകാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KPR ഗോപാലൻ. അപ്പൊ KPR ഗോപാലൻ എന്ന വിപ്ലവകാരിയെ മൊറാഴ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടും അതിന് നേതൃത്വം നൽകി എന്നുള്ളത് കൊണ്ടും വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. ഈ KPR ഗോപാലൻ ആവുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് KP ഗോപാലൻ ഉണ്ട്, AK ഗോപാലൻ ഉണ്ട്, അതായത് AKG അല്ലെ, നമ്മുടെ പട്ടിണിജാത നയിച്ച AKG, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായ KP ഗോപാലൻ, അവരൊക്കെ വേറെയാണ് കേട്ടോ. ഇദ്ദേഹം ആരാണ്? KPR ഗോപാലൻ. ആരാണ്? KPR ഗോപാലൻ. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് KPR ഗോപാലൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അടുത്ത KPR ഗോപാലന് വധശിക്ഷയിൽ നിന്നും ഇളവ് കിട്ടുണ്ടായി. അങ്ങനെ ഇളവ് കിട്ടാൻ കാരണക്കാരനായ വ്യക്തി, അതിനുവേണ്ടി ഇടപെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയാണ്. ഇപ്പൊ KPR ഗോപാലിനെ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം പഠിച്ചു, മൊറാഴ സമരം പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് കയ്യൂർ സമരമാണ്. ഇപ്പൊ കയ്യൂർ സമരം, കയ്യൂർ എവിടെ അറിയോ നിങ്ങൾക്ക്? ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ കരിയങ്കോട് എന്ന് പറയുന്ന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏത് കയ്യൂര്. അപ്പൊ കയ്യൂർ എവിടെയാണ്? ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ ഇവിടെ കരിയങ്കോട് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കയ്യൂര്. ഈ കരിയങ്കോട് നദി ഉണ്ടല്ലോ, കരിയങ്കോട് നദിക്ക് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. കരിയങ്കോട് നദിയെ തേജസ്വിനി നദി എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ കരിയങ്കോട് നദിയുടെ വേറൊരു പേരെന്താണ്? തേജസ്വിനി നദി. ഈ കരിയങ്കോട് നദിയെ തേജസ്വിനി നദി എന്ന ഒരു വ്യക്തിയാണ് വിശേഷിപ്പിച്ചത്, ഒരു സാഹിത്യകാരനാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു കന്നഡ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് നിരഞ്ജന എന്നാണ്. എന്താണ്? നിരഞ്ജന. അപ്പൊ നിരഞ്ജന എന്ന കന്നഡ സാഹിത്യകാരനാണ് തേജസ്വിനി എന്ന നദിക്ക് കരിയങ്കോട് നദിക്ക് തേജസ്വിനി എന്ന പേര് നൽകിയത്. അപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിൽ കരിയങ്കോട് നദീതീരത്ത് കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1941 മാർച്ച് 28 നടന്ന സമരത്തെയാണ് നമ്മൾ കയ്യൂർ സമരം എന്ന് പറയുന്നത്. 1941 മാർച്ച് 28 കയ്യൂർ സമരം നടക്കണേ. ഇനി കയ്യൂർ സമരം നടന്നു. കയ്യൂർ സമരത്തെ തുടർന്ന് ലാത്തി ചാർജ് ഉണ്ടായി. ആ ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് സുബ്ബരായൻ എന്നാണ്. ചോദിച്ചിട്ടുണ്ട്. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ. ഇനി ഇദ്ദേഹം ലാത്തി ചാർജിൽ വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ. അപ്പൊ ലാത്തി ചാർജ് നടത്താൻ സമരമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെയാണ്. പക്ഷെ മരിച്ചത് ആരാണ്? ഒരു പോലീസുകാരനാണ്. അപ്പൊ പോലീസുകാർ വെറുതെ ഇരിക്കുവോ? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കുവോ? 61 പേര് പോലീസുകാരുടെ പിടിയിലാവാണ്. എത്ര പേര്? 61 പേര്. അതിൽ 4 പേരെ തൂക്കിലേറ്റാണ്. 5 പേരെ തൂക്കിലേറ്റാനുള്ള വിധി ഉണ്ടായിരുന്നു. പക്ഷെ 4 പേരെ തൂക്കിലേറ്റുള്ളൂ. കാരണം എന്താ അറിയോ? ഒരാളെ പ്രായപൂർത്തിയാവാത്ത ആളായിരുന്നു. അപ്പൊ പ്രായപൂർത്തിയാവാത്ത ആളെ നമുക്ക് തൂക്കിലേറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അവരെ എങ്ങോട്ട് പറഞ്ഞയക്കും? ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞയക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ കയ്യൂർ സമരത്തെ തുടർന്ന് ആരെയൊക്കെ തൂക്കിലേറ്റി? 1943 മാർച്ച് 29 1943 മാർച്ച് 29 മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ, കോയിതാട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ തുടങ്ങിയവരെ തൂക്കിലേറ്റി. മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ, കോയിനാട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ തുടങ്ങിയവരെ കയ്യൂർ സമരത്തെ തുടർന്ന് 1943 മാർച്ച് 29 തൂക്കിലേറ്റി. ഇനി അടുത്തതോ കയ്യൂർ സമരത്തെ തുടർന്ന് ഒരാളും കൂടി അറസ്റ്റില്ല. കുറെ പേര് അറസ്റ്റിലായി. പക്ഷെ പ്രധാനപ്പെട്ട ഒരാള് ചുരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആളായിരുന്നു. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ 90 വയസ്സായിട്ടുള്ള ആളാന്ന് അല്ലെ. പക്ഷെ ചുരിക്കാടൻ കൃഷ്ണൻ നായർ പാവം ഒരു ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു.
ഇന്നത്തെ പോലെ ടിന്റുമോന്നും അപ്പൂന്നും കുഞ്ഞൂന്നും കണ്ണനൊന്നും അല്ല. അന്നത്തെ ആൾക്കാർക്ക് വലിയ പേരാ അല്ലെ. ചെറിയ കുട്ടികളാണെങ്കിൽ നോക്കിയേ, ചുരിക്കാടൻ കൃഷ്ണൻ നായർ നോക്കിയ പേരിട്ടാണ്. അപ്പൊ ഈ ചുരിക്കാടൻ കൃഷ്ണൻ നായരെയാണ് നമ്മള് എന്താ ചെയ്തത്, ദുർഗണ പരിഹാര പാഠശാലയിലേക്ക് മാറ്റിയത്. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത്, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആര്? നിരഞ്ജന. ഈ നിരഞ്ജന ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, കന്നഡ സാഹിത്യകാരനാണ് നിരഞ്ജന. അദ്ദേഹമാണ് തേജസ്വിനി എന്ന് കരിയങ്കോട് നദിക്ക് പേര് നൽകിയതെന്ന്. അപ്പൊ അദ്ദേഹം ഈ കയ്യൂർ സമരം ഒക്കെ കണ്ട് വിഷമിച്ച് പാവം അദ്ദേഹം ഒരു നോവൽ എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ ആ നോവലിന്റെ പേര് ചിരസ്മരണ എന്നാണ്. എന്താണ് നോവൽ? ചിരസ്മരണ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ ഒരാള്. ആരാ അദ്ദേഹം? ലെനിൻ രാജേന്ദ്രൻ. അപ്പൊ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ലെനിൻ രാജേന്ദ്രനാണ്. അടുത്തത് പി വി കുഞ്ഞമ്പു. ആരാണ്? പി വി കുഞ്ഞമ്പു. അദ്ദേഹം കയ്യൂർ സമരചരിത്രം എന്ന് പറയുന്ന കൃതി രചിച്ചു. അപ്പൊ കയ്യൂർ സമരചരിത്രം എന്ന് പറയുന്ന കൃതി, കയ്യൂർ സമരചരിത്രം എന്താണ്? കയ്യൂർ സമരചരിത്രം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? പി വി കുഞ്ഞമ്പു ആണ്. ഇനി അടുത്തത്, ഈ 2016 75ാമത്തെ വാർഷികമൊക്കെ നമ്മൾ കയ്യൂർ സമരത്തെ ആഘോഷിക്കുകയുണ്ടായി. അപ്പൊ ഇത്രയാട്ടോ കയ്യൂർ സമരത്തെ കുറിച്ച്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക്? അടുത്തത് കീഴരിയൂർ ബോംബ് കേസ്. എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്? മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന പ്രക്ഷോഭത്തിന്റെ പേരെന്ത്, അല്ലെങ്കിൽ എന്താണ് ആ പ്രശ്നം, നടന്ന സംഭവം എന്താണ്? അപ്പൊ മലബാറില് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ ഒട്ടാകെ എന്താണ് എന്താ പറയാ, ഗാന്ധിജി പറഞ്ഞു ഒന്നുകിൽ ക്വിറ്റ് ഇന്ത്യ, ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മൾ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ട് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം പ്രസ്ഥാനം നമ്മൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ട് മലബാറില്, കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഉണ്ടായ ഒരു പ്രശ്നമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. എവിടെയാ കീഴരിയൂര്? കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂര്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ. 1942 നവംബർ 17 കീഴരിയൂർ ബോംബ് സ്ഫോടനം നടക്കണേ. 1942 നവംബർ 17 കീഴരിയൂർ ബോംബ് സ്ഫോടനം നടക്കുന്നത്. പക്ഷേ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതായത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചതെന്നാണ്. അപ്പൊ കീഴരിയൂർ ബോംബ് കേസിന്റെ ഡേറ്റ് നമ്മൾ പഠിക്കുകയാണ്. നവംബർ 17 ബോംബ് ഇട്ടത്. അപ്പോ നമുക്ക് നവംബർ 17 പറയാൻ തോന്നും വിധ്വംസക ദിനമായിട്ട്. പക്ഷെ എന്താ കാരണം വെച്ചാ, നവംബർ 17 പറയാൻ തോന്നും. നമുക്ക് ഉത്തരം നവംബർ 9. എന്താ അറിയോ? നവംബർ 9. നവംബർ 9 ഈ ബോംബ് ഇടണം തന്നെയാണ് കലാപകാരികൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നവംബർ 9 ആയപ്പോഴേക്കും ഈ ബ്രിട്ടീഷുകാരെയൊക്കെ എന്താ പറയാ, കാണാണ്ട് ബോംബ് ഉണ്ടാക്കണ്ടേ. അപ്പൊ ബോംബിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല അവർക്ക്. അപ്പൊ ബോംബിന്റെ പണി എന്നേ പൂർത്തിയായുള്ളൂ? 17-ാം തീയതി പൂർത്തിയായുള്ളൂ. അപ്പൊ അതിന് മുമ്പ് തന്നെ അവർ വിധ്വംസക ദിനം തീരുമാനിച്ചു. അപ്പൊ തീരുമാനിച്ച ദിനത്തിൽ വിധ്വംസക ദിനം അവരവിടെ നടത്തി നവംബർ 9. പക്ഷെ ബോംബ് ഇട്ടത് എപ്പോഴാ? നവംബർ 17 ബോംബ് സ്ഫോടനം നടന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി അപ്പോഴത്തെ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനി ആരാണ്? കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം ആരാണ്? അതിലെ നേതാവ് ആരാണെന്നൊക്കെ ചോദിച്ചാൽ ഡോക്ടർ കെ ബി മേനോനാണ്. ആരാണ്? ഡോക്ടർ കെ ബി മേനോൻ. അപ്പൊ കീഴരിയൂർ ബോംബ് കേസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ എന്താ പറയുന്നത്, ഓരോ സമരത്തിനും ആൾക്കാർ അറസ്റ്റിലാവണ പോലെ തന്നെ ടോട്ടൽ 27 പേരെയൊക്കെ അറസ്റ്റ് ചെയ്തു. അതിൽ പ്രധാനി ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമൻ കിടാവുമായിരുന്നു. കുഞ്ഞിരാമൻ കിടാവ്, ഡോക്ടർ കെ ബി മേനോൻ. അപ്പൊ ഡോക്ടർ കെ ബി മേനോനെയും കുഞ്ഞിരാമൻ കിടാവിനെയും കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. 27 പേരുടെ പേരൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കീഴരിയൂർ ബോംബ് കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അറസ്റ്റിലായ പ്രധാനികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കെ ബി മേനോനും കുഞ്ഞിരാമൻ കിടാവുമാണ്. അത് ഓർത്തു വെക്കണം. ഈ കീഴരിയൂർ ബോംബ് കേസില് കെ ബി മേനോൻ ഉൾപ്പെടെ മരണം വരെ തടവിലാക്കുക. അതായത് ആജീവനാന്ത തടവ് ശിക്ഷ കൊടുത്തില്ല, അതായത് വധശിക്ഷ കൊടുത്തില്ല. അങ്ങനെ 13 പേരെ ആജീവനാന്ത തടവിലും ആക്കിയുണ്ടായിട്ടോ ബ്രിട്ടീഷുകാര്. അത് ഓർത്തു വയ്ക്കണം. ഇനി കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച നേതാവാണ് കെ ബി മേനോൻ. വളരെ നന്നായി എന്ന് പറഞ്ഞ് സുഭാഷ് ചന്ദ്രബോസ് ബോംബ് ഇട്ടത് നന്നായി എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു കത്ത് ആർക്ക് കിട്ടുകയാണെന്നാ പറയണേ? ഡോക്ടർ കെ ബി മേനോന് കിട്ടുകയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട കലാപകാരികൾ വിധ്വംസക ദിനമായിട്ട് ആചരിച്ചത് എന്നാണ്? ഓർക്കണം, നവംബർ
ആ 9, ഏത് നവംബർ 9. പക്ഷെ എന്നാ ബോംബ് സ്ഫോടനം ഉണ്ടായ നവംബർ 17, കാരണം അപ്പോഴേ ബോംബ് നിർമ്മിച്ചോളൂ അല്ലെ. ഇനി കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹിന്ദി നാടകം രചിച്ചിട്ടുണ്ട്. ആ ഹിന്ദി നാടകത്തിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ വന്ദേ മാതരം. എന്താ ഹിന്ദി നാടകത്തിന്റെ പേര്? വന്ദേ മാതരം എന്നാണ് കേട്ടോ, അത് ഓർക്കണം. ഇനി നമ്മള് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് പല ഗൂഢാലോചനകളും നടന്നു. അപ്പൊ ഗൂഢാലോചനയിൽ അവർക്ക് വേറൊരു ആലോചനയും കൂടി ഉണ്ടായിരുന്നു. അതായത് കീഴരിയൂർ ബോംബ് കേസിലെ കലാപകാരികൾ ഏത് പാലം തകർക്കണമെന്ന് ഗൂഢാലോചന ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ ഫറോക്ക് പാലം കേട്ടോ. അപ്പൊ ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കീഴരിയൂർ ബോംബ് കേസ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാലും കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞാലും ഏതെങ്കിലും രണ്ടോ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. കാരണം ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്നതാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ അങ്ങനെ ഈ ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെങ്കിൽ കീഴരിയൂർ ബോംബ് കേസിന്റെ ആൾക്കാരാണ് ഫറൂഖ് പാലം തകർക്കണം എന്നൊരു തീരുമാനമൊക്കെ നടത്തിയത് അവര് കേട്ടോ. ഇനി കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമര അനുയായികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഒരു നാടകം ഉണ്ടായി വന്ദേ മാതരം. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമര അനുയായികളെ ഒരു പത്രം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു രഹസ്യമായിട്ട്. അന്നത്തെ കാലത്തൊന്നും പരസ്യമായിട്ട് പത്രങ്ങൾ പുറത്തിറക്കാൻ പറ്റില്ലല്ലോ. ഇവരുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പത്രം പുറത്തിറക്കി. അതിന്റെ പേര് സ്വതന്ത്ര ഭാരത് എന്നാണ് കേട്ടോ. അപ്പോ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികൾ കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം ഏതാന്ന് ചോദിച്ചാൽ എന്താ പേര് പറയണ്ടേ? സ്വതന്ത്ര ഭാരതം എന്ന് പേര് പറയണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തിനെ കുറിച്ച് പഠിക്കാൻ, കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയൊരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് കേട്ടോ. എവിടെയാ? മലബാർ എന്ന് പറഞ്ഞാൽ പോരാ, ക്ലിയർ ആയിട്ട് സ്ഥലം അറിയണം, കോഴിക്കോട് ജില്ല. ഇനി അടുത്തത് പുന്നപ്ര വയലാർ സമരം. ഈ പുന്നപ്രയും വയലാറും ഒക്കെ ആലപ്പുഴ ജില്ലയിലത്തെ സ്ഥലങ്ങളാണ്. അപ്പൊ പുന്നപ്ര വയലാർ സമരം എവിടെയാ നടന്നേ? ആലപ്പുഴ ജില്ലയിൽ നടന്നു. എന്നാ നടന്നേ? 1946 ഒക്ടോബർ 24 മുതൽ ഒക്ടോബർ 27 വരെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര, വയലാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നടന്ന സമരത്തെ വിളിക്കുന്ന പേരാണ് പുന്നപ്ര വയലാർ സമരം. ഭംഗിയായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ലെ. ഇനി അടുത്തത്, എന്താണ് ഈ പുന്നപ്ര വയലാർ സമരം ഉണ്ടാവാൻ കാരണം? ഈ പുന്നപ്ര വയലാർ സമരം 1946 നടക്കണേ. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ദിവാൻ രാജാവല്ല, ദിവാൻ സർ CP രാമസ്വാമി അയ്യരാണ്. ആരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. അപ്പൊ അദ്ദേഹം കേരളത്തിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പൊ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര, വയലാർ എന്നീ പ്രദേശങ്ങളിൽ 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ നടന്ന സമരത്തെ പുന്നപ്ര വയലാർ സമരം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ല? അപ്പൊ ദിവാന്റെ പേര് ഓർക്കണം, സർ CP രാമസ്വാമി അയ്യർ. ഇനി ഈ പുന്നപ്ര വയലാർ സമരത്തിന് വേറെ വല്ല പേരുണ്ടോ? ഒരു പേരുണ്ട്, അതിനെ തുലാം 10 സമരം എന്ന് വിളിക്കുന്നു. അപ്പൊ പുന്നപ്ര വയലാർ സമരത്തിന്റെ വേറൊരു പേര് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുലാം 10 സമരം എന്ന് പറയണം കേട്ടോ. എന്താ സമരത്തിന്റെ പേര്? തുലാം 10 സമരം എന്ന് പറയണം. ഇനി അടുത്തത്, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് സമരാനുയോഗികള് കുറെ ആൾക്കാർ സമരമായിട്ട് റോട്ടിക്കോടെയൊക്കെ നടന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ എന്ത് മുദ്രാവാക്യം അവര് വിളിച്ചേ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, അതായത് നമ്മുടെ അവിടെ നടക്കില്ല, അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം അറബിക്കടലിൽ കൊണ്ടൊഴുക്കിക്കോളൂ എന്ന് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാപകാരികള് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ മുഴക്കി മുദ്രാവാക്യം, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം. ഇനി ഇത്രയും അധികം എന്താ പറയുന്ന വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ച് 1000-ലധികം പേര് ഈ സമരത്തിൽ പങ്കെടുത്തതായിട്ടാണ് അന്ന് പറയണേ. അപ്പൊ 1000-ലധികം ആൾക്കാര് ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്ര. ഇനി പുന്നപ്ര വയലാർ സമരത്തിലെ നമ്മുടെ ഒരു മുൻ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. ആരറിയോ നിങ്ങൾക്ക്? VS അച്യുതാനന്ദൻ. അപ്പൊ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ? VS അച്യുതാനന്ദനാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്കറിയാം, എന്ത് സമരം ഉണ്ടാവുകയാണെങ്കിലും സമരമൊക്കെ അടിച്ചമർത്തിയില്ലോ, അതങ്ങനെയാണല്ലോ. അപ്പോഴും
നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലല്ലോ 46-ലെ. അപ്പൊ പുന്നപ്ര വയലാർ സമരം എന്താണ് അടിച്ചമർത്തി അവിടെ ഒരു രക്തസാക്ഷി മണ്ഡപം നമ്മൾ പണിതു ആലപ്പുഴ ജില്ലയിൽ കളർകോട് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം എവിടെയാ കാണണേ? ആലപ്പുഴ ജില്ലയിലെ കളർകോട്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ കളർകോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അടുത്തത് സർ CP രാമസ്വാമി അയ്യർ, അദ്ദേഹമാണ് ദിവാൻ. അദ്ദേഹത്തെ വധിക്കാൻ ഒരാൾ ശ്രമിച്ച ആൾ ആരാന്ന് ചോദിച്ചാൽ KCS മണിയാണ്. ആരാണ്? KCS മണിയാണ് വധിക്കാനായിട്ട് ശ്രമിച്ചത് കേട്ടോ. ഇനി അടുത്തത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് തകഴി ശിവശങ്കരപിള്ള ഒരു നോവൽ രചിക്കുകയുണ്ടായി. നമ്മളോട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തലയോട്, തകഴിയുടെ തലയോട്. അതുപോലെ തന്നെ P കേശവദേവ് ഒരു നോവൽ രചിക്കുകയുണ്ടായി. അതിന്റെ പേര് ഉലക്ക. ഏതാണ്? ഉലക്ക. അപ്പോ P കേശവദേവിന്റെ നോവല് ഉലക്ക, തകഴിയുടെ നോവല് തലയോട്. ഇനി പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ C കേശവനാണ്. ആരാണ്? C കേശവൻ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കലാപങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അടുത്തത് നമുക്ക് എന്താ പറയാ, കൂനൻ കുരിശ്, ഉദയം, പേരൂർ സുന്നഹദോസ്, ചാന്നാർ ലഹള, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും ഇന്ന് നിങ്ങൾ പഠിച്ചു തീർക്കുക. ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോരുത്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പരമാവധി വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ക്ലാസ് മനസ്സിലായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരികയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.